ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് ഇങ്ങനൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇതിപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം വിവാഹമോചിതരായ സ്ത്രീകൾക്കായി നടത്തുന്ന ഒരു ക്യാമ്പാണ്. കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള റാഫി അഫി എന്ന ലേഡിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. വിവാഹമോചിതരായ അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കുന്ന സ്ത്രീകൾ അവരുടെ പ്രഷറും വിഷമവും സങ്കടവും എല്ലാം മാറ്റിവെച്ച് കഥകൾ പറയാനും ചിരിക്കാനും സന്തോഷിക്കാനും ഡാൻസ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്തുന്ന ഒരു ക്യാമ്പ്. അതാണ് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ്. ഈ വിവാഹമോചനം എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആയിരിക്കണം എന്നില്ലല്ലോ. എപ്പോഴും സ്ത്രീകൾ ശരിയായിരിക്കണം എന്നുമില്ല. പക്ഷേ ഈ ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് സ്ത്രീകൾക്കായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും വിവാഹമോചനത്തിന് ശേഷമുള്ള ജീവിതം ഒരു അവസാനമല്ല, അത് മനോഹരമായൊരു പുതിയ തുടക്കമാകാം എന്നതാണ് ഇവരുടെ മോട്ടോ. കുറച്ചു നാൾ മുന്നേ ഈ ക്യാമ്പിന്റെ ഒരു വിഷ്വല് വൈറലായിട്ടുണ്ടായിരുന്നു. വി ആർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി നടന്ന് പാചകമൊക്കെ ചെയ്ത് ഗെയിമൊക്കെ കളിച്ച് ലൈഫ് വീണ്ടും ആസ്വദിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ വീഡിയോ. അതിന് പോസിറ്റീവും അതിലേറെ നെഗറ്റീവും ഫീഡ്ബാക്കും ഉണ്ടായിട്ടുണ്ട്. ഡിവോഴ്സ് ആയിട്ടുള്ളവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വീട്ടുകാരെ പറയിപ്പിക്കാൻ ഇങ്ങനെ ഓരോരോ പേക്കൂത്ത് നാട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെ നീളുന്ന അഭിപ്രായങ്ങൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല ഗാർഹിക സ്ത്രീധന മരണങ്ങൾക്കുള്ള കാരണവും ഇത്തരം അഭിപ്രായം തന്നെയാണ്. നീ ഒന്ന് ട്രൈ ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഡയലോഗ് മുതൽ അങ്ങോട്ട് പോകും. സോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ ഷാർജയിൽ ഒരു മലയാളി യുവതി ജീവൻ ഒടുക്കിയെങ്കിൽ ഇന്ന് കണ്ണൂർ പഴയങ്ങാടിയിൽ ഒരു യുവതി ജീവൻ ഒടുക്കിയിട്ടുണ്ട്. പുഴയിൽ മകനുമായിട്ടാണ് അവർ ചാടിയത്. ഇതുവരെ കുട്ടിയെ കിട്ടിയിട്ടില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളുടെ മകള് അല്ലെങ്കിൽ പെങ്ങൾ സുഹൃത്തൊക്കെ ഗാർഹിക പീഡന, സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ?